എന്താ ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം? ഈ പറഞ്ഞതിൻ്റെ ബാക്കി എന്താ? പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യഭാഷ കാണിച്ചു, അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ് അല്ലേ? കള്ളി മേയർ വ്യാജ പ്രതിരോധം തീർക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ ഇടപെട്ട ഒരാളാണ് ഞാൻ. ഒരു വിവാദമായിട്ടില്ല. അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളാണ് ഞാൻ ഈ വിഷയത്തിൽ. എനിക്കപ്പോഴറിയാം അവളുടെ മെൻ്റൽ ട്രോമ. ആ നിമിഷം, ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്നെ പറയുന്നുണ്ട്, അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യഭാഷയെക്കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുണ്ട്. ഇനി പോട്ടെ, ഞാനീ പറയുന്നതിനങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ പരസ്യപ്പെടുത്തിയ, നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോയിൽ അവരാദ്യമേ പറയുന്നില്ലേ, അവരും അവരുടെ സഹോദരനും ഇയാൾ എന്താ ആംഗ്യ കാണിച്ചതെന്ന് ചോദിക്കുന്നില്ലേ? 3, പുറത്ത് വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം, ആ സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താ ആംഗ്യ കാണിച്ചത്? ഈ കൂട്ടത്തിൽ 2 വനിതാ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ? അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല, അതാരും കണ്ടിട്ടില്ല. തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട്, വീഡിയോ വിഷ്വൽസ് ഉണ്ട്, സാക്ഷികളുണ്ട്. ആദ്യത്തതിന് ഈ പറയുന്ന 2 പെൺകുട്ടികൾ, നിങ്ങൾ ഒരാളെ മാത്രമാണല്ലോ പറയുന്നത്, മേയർ ആര്യ മാത്രമല്ലല്ലോ, വേറൊരു സ്ത്രീ കൂടി ആ പിക്ചറിലുണ്ടല്ലോ, വേറൊരു സ്ത്രീ കൂടി വിക്ടിമാണല്ലോ. അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ, ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ. അവളുടെ ഭർത്താവിൻ്റെ ഭാര്യയാണ്, സഹോദരൻ്റെ ഭാര്യയാണല്ലോ. അതൊരു സ്ത്രീയല്ലേ? എന്തേ അവരുടെ കാര്യം നിങ്ങൾ കാണാത്തെ? അങ്ങനെ നിങ്ങൾ പറ, ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയോ? ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഞാൻ വെറുതെ പറയുന്നത് കരുതിക്കോ. ആ വീഡിയോയിൽ അവർ പറയുന്നില്ലേ, ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവറെടുത്ത് പറയുന്നില്ലേ? അപ്പോൾ ഇത് ആ പറഞ്ഞ ആരോപണം, അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ, ആരോപണ വിധേയനായ മേയർ, ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ, അയാളുടെ പൂർവ്വകാല ചരിത്രം എന്ത്? അത് നിങ്ങൾ തേടിപ്പോകുന്നവരല്ലേ? അപ്പോൾ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത്? ആർഷോ ജനിച്ചപ്പോൾ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം എടുത്ത് പോയവരല്ലേ നിങ്ങൾ? എന്തേ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല? യാത്ര ചെയ്തില്ല? എന്തേ പോയില്ല? നാട്ടിലൊന്നും പോയി അന്വേഷിച്ചില്ല? ഒരു ചാനൽ ഞാൻ ഓർമ്മിക്കുകയാണ്, അതിപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ചാനൽ തന്നെയാണ്. പണ്ട് ഈ നമ്മുടെ ഈ ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് അയാൾ അവിടെ പോകാറുണ്ടായിരുന്നൊരു ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാണ്. ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്നാണ്. എന്നാൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലാണ്. ഇതെന്തേ പോയി നാട്ടിൽ ചോദിക്കാത്തേ? ഇന്നലെ മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. മനോരമ ഒരു വശത്ത് എഡിറ്റോറിയൽ എഴുതി, ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ. എന്തൊക്കെയാണ് കേസ്? ഞാൻ മനോരമയിൽ വായിച്ചറിഞ്ഞ ആളാണ്. എന്തൊക്കെയാണ് കേസ്? മനോരമ തന്നെ എഴുതിയിരിക്കുന്ന 1ാമത്തെ കേസ് എന്താ കേസ്? ഇപ്പോൾ അപകടകരമാം വിധം വാഹനം ഓടിക്കുന്നത് അതോടെ നിൽക്കട്ടെ, അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ കാണിച്ചതിന്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിരെ മുമ്പ് പരാതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളെക്കുറിച്ച് ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരെയൊക്കെ അറിയില്ലല്ലോ. ഒരു സ്ത്രീ, ഇവിടെ 2 വനിതാ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. ഇനി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കെല്ലാം അറിയാലോ. അവരങ്ങനെ വാദം ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ പറയോ? അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ? അപ്പോൾ അങ്ങനെ സ്ത്രീകളെ, അപ്പോൾ എന്തുകൊണ്ടാണ് കാര്യം? ഇതേ കാര്യം കോൺഗ്രസിൻ്റെ ഒരു നേതാവോ ജനപ്രതിനിധിയാണ് ചെയ്തതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാൽ മാൻ ഓഫ് ദി ഇയർ, അങ്ങനെയല്ലേ അവാർഡിൻ്റെ പേര്, അവാർഡ് കൊടുത്തനെ, വാർത്തയിലെ വലിയ വിപ്ലവ സിംഹമായി മാറിയനെ. ഇത് ഇടതുപക്ഷമായിപ്പോയല്ലേ? മേയർ ആര്യ, അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് വന്ന ദിവസം മുതൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അങ്ങനെ ഒരാളെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി
ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സംഭവത്തിൽ ഇതുമാത്രമല്ല, മേയർ ആര്യ മാത്രമല്ല, സൈബർ ലിഞ്ചിങ്ങിൻ്റെ വിക്ടിംസായി മാറുന്ന എത്രയോ മനുഷ്യർ. അതിൽ മാധ്യമങ്ങളോട് എനിക്ക് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ സെലക്റ്റീവ് ആകരുത്.